വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷകർ പണ്ട് മുതലേ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതുമായ ഒരു യൂട്യൂബ് ചാനലാണ് അൺബോക്സിംഗ് ഡ്യൂഡിൻ്റേത്. അവർക്ക് ആരാധകരുള്ളതുപോലെ അതുപോലെ തന്നെ ഹേറ്റേഴ്സുമുണ്ട്. സഹോദരനായ സാലിഹും സഹോദരിയായ സാലിഹയും ചേർന്ന് വളർത്തിയെടുത്തതാണ് അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന യൂട്യൂബ് ചാനൽ. ആദ്യകാലങ്ങളിൽ സാധനങ്ങൾ അൺബോക്സിംഗ് ചെയ്യുന്ന വീഡിയോസാണ് ഇവർ പോസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഡെയിലി വ്ലോഗും ഫാമിലി വ്ലോഗെല്ലാം ചെയ്യാൻ തുടങ്ങി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഡ്യൂഡിൻ്റെ വിവാഹം കഴിയുന്നത്. ലവ് മാരേജ് ആയിരുന്നു. അൽഫിയ എന്ന പെൺകുട്ടിയെയാണ് ഡ്യൂഡ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഡ്യൂഡിനെയും ഭാര്യയെപ്പറ്റിയും വളരെയധികം നെഗറ്റീവുകളും വിവാഹ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങിയിരുന്നു. കാണാൻ ഉമ്മയും മകനെയും പോലെയാണ് രണ്ടുപേരെയും കാണുമ്പോൾ തോന്നുന്നത് എന്നിങ്ങനെയായിരുന്നു മിക്ക കമൻറ്റുകളും. അൽഫിയയുമായുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം ഡ്യൂഡിൻ്റെ വീഡിയോയിൽ ഇവർ മൂന്നുപേരും ഒന്നിച്ചായിരുന്നു. ഡ്യൂഡിൻ്റെ സഹോദരിയും ഭാര്യയും ചേർന്ന് നിരവധി ഡാൻസ് വീഡിയോസും മേക്കപ്പ് വീഡിയോസും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഡ്യൂഡ് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിലൊന്നും സഹോദരിയെ കാണാനില്ല. അൽഫിയ മാത്രമാണ് ഡ്യൂഡിൻ്റെ എല്ലാ വീഡിയോസിലും. പലരും കമൻറ്റിലൂടെ ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നെങ്കിലും ഇവർ മറുപടി നൽകിയിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ പോസ്റ്റ് ചെയ്ത Q&A വീഡിയോയിൽ അവർ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. സ്വാലിഹ ഇപ്പോൾ വളരെയധികം ബിസിയാണെന്നും അതിനാലാണ് വീഡിയോയിൽ വരാത്തതെന്നും ചിലപ്പോൾ ഇനി മുതൽ തൻ്റെ ചാനലിൽ അവൾ ഉണ്ടാകില്ലെന്നും ഡ്യൂഡ് പറയുന്നുണ്ട്. എന്നാൽ ബിസിയായിരിക്കുന്ന സഹോദരി യൂട്യൂബിൽ മറ്റൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഡ്യൂഡി എക്സ് എന്നാണ് ചാനലിൻ്റെ പേര്. തിരക്കുള്ളയാളാണെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരു ചാനൽ തുടങ്ങണം എന്നാണ് ആളുകളുടെ സംശയം. ഡ്യൂഡിൻ്റെ വിവാഹം കഴിഞ്ഞ് ഭാര്യ വന്നതിനു ശേഷം ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ടായോ? അല്ലെങ്കിൽ പുതിയൊരു ഫോർച്യൂണർ വാങ്ങാനുള്ള അടവാണോ ഇത്? എന്നിങ്ങനെ പലതരത്തിലുള്ള കളിയാക്കിക്കൊണ്ടുള്ള കമൻറ്റുകളും ഇവർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഫാമിലി വ്ലോഗേഴ്സും അടിച്ചു പിരിഞ്ഞുകൊണ്ട് വ്യൂസ് കൂട്ടാനുള്ള അടവാണ് എടുക്കുന്നത്. അതുപോലെ തന്നെയാണോ ഇവരും ചെയ്തതെന്നാണ് ആളുകളുടെ സംശയം. അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ ചാനലിൽ സഹോദരിയോടൊപ്പം ഇപ്പോൾ ഉമ്മയും വരാറില്ല. എന്നാൽ ഡ്യൂഡിയുടെ പുതിയ ചാനലിൽ ഉമ്മ സജീവമായുണ്ട്.